മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ വരുന്ന ചിത്രമാണ് മമ്മൂട്ടി, എസ്.എൻ. സ്വാമി, കെ. മധു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒരു CBI ഡയറിക്കുറിപ്പ്. ട്രെൻഡ് സെറ്ററായി മാറിയ സേതുരാമയ്യർ എന്ന മമ്മൂട്ടി കഥാപാത്രം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുകയാണ് എസ്.എൻ. സ്വാമി. തൻ്റെ കന്നി സംവിധാന സംരംഭമായ സീക്രട്ടിൻ്റെ ടൈറ്റിൽ ലോഞ്ചിലാണ് അദ്ദേഹം ആ കഥ വിവരിച്ചത്. മമ്മൂട്ടിയാണ് ആ കഥാപാത്രത്തിൻ്റെ പിറവിക്ക് പിന്നിലെന്നും പലയിടത്തു നിന്നും നിരുത്സാഹപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും മമ്മൂട്ടി തന്ന ധൈര്യത്തിലാണ് ആ ചിത്രം താൻ എഴുതിയതെന്നും സ്വാമി പറയുന്നു. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ധൈര്യവും തനിക്ക് തന്നത് മമ്മൂട്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് CBI ഡയറിക്കുറിപ്പ് വരുന്നത്. ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയാണ്. കഥ കേട്ട മമ്മൂട്ടി പറഞ്ഞു, കഥയെല്ലാം നല്ലതാണ്, നല്ല അന്വേഷണ ചിത്രം, പക്ഷേ പോലീസ് വേണ്ട എന്ന്. പോലീസില്ലാതെ എന്ത് കുറ്റാന്വേഷണം എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: സ്വാമി, ഞാൻ ആവനാഴി എന്ന ചിത്രം ചെയ്തില്ലേ, അതിൽ ദാമോദരൻ മാഷുടെ അമ്പ് മുഴുവനുണ്ട്. അതിൻ്റെ മുകളിൽ സ്വാമി ശ്രമിച്ചാൽ നടക്കില്ല. പോലീസിന് പകരം CBIയെ കൊണ്ടുവരുവാൻ പറഞ്ഞു. അന്ന് എനിക്ക് CBIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. അങ്ങനെ സുഹൃത്തുക്കൾ വഴി പല CBI ഉദ്യോഗസ്ഥന്മാരെയും കണ്ടു, പരിചയപ്പെട്ടു. അങ്ങനെ CBIയെക്കുറിച്ച് ഒരു ധാരണ എനിക്ക് ലഭിച്ചു. അതെനിക്കൊരു ധൈര്യം തന്നു. ഞാൻ കഥ എഴുതി. ആദ്യം എഴുതിയ കഥയിലെ നായക കഥാപാത്രം അലി ഇമ്രാൻ ആയിരുന്നു. അത് വേണ്ട, ഇയാളെ നമുക്ക് സ്വാമിയാക്കാം എന്നും മമ്മൂട്ടിയാണ് പറയുന്നത്. അയാളെക്കുറിച്ച് എൻ്റെ മുന്നിൽ മമ്മൂട്ടി വിവരിച്ചു തന്നത് കേട്ട് ഞാൻ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ കഥയെല്ലാം സെറ്റായി. പക്ഷേ ചുറ്റുപാട് നിന്നും എന്നെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. സ്വാമി പോലീസോ, അന്വേഷിക്കാൻ പോകുന്നോ, എന്തൊക്കെയാണിത് എന്നൊക്കെ പറഞ്ഞ് 4 പാട് നിന്നും നിരുത്സാഹപ്പെടുത്തലുകൾ വന്നു. എല്ലാവരും കൂടി എന്നെ പേടിപ്പിച്ചു. അതും ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, ആരെന്തു വേണമെങ്കിലും പറയട്ടെ, നമ്മളിത് ചെയ്യുന്നു. ഇപ്പോഴുള്ള നിർമ്മാതാവിന് താല്പര്യമില്ലെങ്കിൽ 10 നിർമ്മാതാവിനെ തനിക്ക് ഞാൻ തരാം എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. ആ വാക്കുകൾ നൽകിയ ആത്മവിശ്വാസത്തിലാണ് ഒരു CBI ഡയറിക്കുറിപ്പ് ഇറങ്ങുന്നത്, സ്വാമി പറഞ്ഞു. 1988 മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു CBI ഡയറിക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. മലയാളത്തിൽ അന്നോളം ഇറങ്ങിയിരുന്ന കുറ്റാന്വേഷണ ക്രൈം ത്രില്ലർ സിനിമകളുടെ ആഖ്യാന ശൈലി തന്നെ പൊളിച്ചെഴുന്ന തരത്തിലായിരുന്നു എസ്.എൻ. സ്വാമിയുടെ തിരക്കഥ. മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യർ എന്ന CBI ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം ട്രെൻഡ് സെറ്ററായി മാറി. 1989 പുറത്തിറങ്ങിയ ജാഗ്രത, 2004 സേതുരാമയ്യർ CBI, 2005 ഇറങ്ങിയ നേരറിയാൻ CBI, 2022 ഇറങ്ങിയ CBI 5 ദ ബ്രെയിൻ തുടങ്ങിയവയാണ് CBI പരമ്പരയിലെ മറ്റു ചിത്രങ്ങൾ.